പിന്നെ ഈ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മടി വരാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളാണ് ഉള്ളത് കേട്ടോ. നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുക, ഒറ്റയ്ക്ക് എങ്ങനെയാ ജിമ്മ് പോവാ, കുറെ ആൾക്കാരുണ്ടായിരിക്കില്ലേ, അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കോ, മറ്റുള്ളവർ എന്നെ കളിയാക്കോ, ഇങ്ങനത്തെ പല ചിന്തയും പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണറെ എങ്ങനെയെങ്കിലും ഒപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് പോവാലോ എന്നുള്ളത് ചിന്തിക്കും. ഒന്നെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ആരെങ്കിലും ഒക്കെ, അങ്ങനെ ആരെങ്കിലും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാൻ എളുപ്പമാണല്ലോ എന്നുള്ളത് ചിന്തിക്കും. അത് തികച്ചും മണ്ടത്തരമാണ്. കാരണം വേറൊന്നല്ല, നമ്മുടെ പാർട്ട്ണർ ഒരു ദിവസം ലീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളും ലീവ് ആയിരിക്കും. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി അവിടെ നിൽക്കും. പിന്നെ ഇതിലെല്ലാം ഉപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെയും കാത്തിരിക്കരുത്. നമ്മളെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളല്ലാതെ മറ്റൊരാളും നമുക്ക് വേണ്ടിയിട്ട് മുമ്പോട്ട് വരില്ല. അപ്പം അത് എല്ലാവരും ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഒറ്റയ്ക്ക് ജിമ്മിൽ പോയി തുടങ്ങാം. പിന്നെ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഒന്നല്ല, ജിമ്മിൽ ഒറ്റയ്ക്ക് പോകുന്നതും അടിപൊളി തന്നെയാണ്. അവിടെയുള്ള എല്ലാവരും നമ്മളോട് കോപ്പറേറ്റീവ് ആയിരിക്കും. അത് 100% ഗ്യാരണ്ടി ആണ്. ബാക്കി നാളെ ആവാട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.